ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാച്ചുറൽ എർത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മത്സ്യങ്ങൾക്കുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള രോഗങ്ങളെക്കുറിച്ചാണ്. കൂടുതലായി മത്സ്യങ്ങൾ വളർത്തുന്ന ഒട്ടുമിക്ക ജലാശയങ്ങളിലും മത്സ്യരോഗങ്ങൾ കാണാറുണ്ട്. വൈറസ്, ബാക്ടീരിയ, പൂപ്പൽ, ഏകകോശ ജീവികൾ, വിരകൾ ഇവയൊക്കെ മൂലമാണ് മത്സ്യങ്ങളിൽ രോഗമുണ്ടാകുന്നത്. ഇതിൽ തന്നെ വൈറസ്, ബാക്ടീരിയ, പൂപ്പൽ ഇവ മൂലമാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കാണപ്പെടുന്നത്. പ്രത്യേക രീതിയിലുള്ള സഞ്ചാര സ്വഭാവം, ആഹാരം കഴിക്കാതിരിക്കുക, തൊലിപ്പുറത്ത് വ്രണങ്ങൾ, മുഴകൾ എന്നിവ കാണപ്പെടുക ഇതൊക്കെയാണ് മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന വൈറസ് രോഗങ്ങൾ. അസാധാരണ നിറവ്യത്യാസം, വ്രണങ്ങൾ, മന്ദഗതിയിലുള്ള സഞ്ചാരം, തൊലിപ്പുറത്ത് കുരുക്കൾ ഉണ്ടാകുക, വിളറിയ ചെകിളകൾ, ചിറകുകൾ ജീർണിച്ചു പൊടിയുക, വെള്ളത്തിന് മുകൾ പരപ്പിലൂടെ സഞ്ചരിക്കുക ഇതൊക്കെയാണ് മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ രോഗങ്ങൾ. ശരീരത്തിൽ പൂപ്പൽ വളരുക, ചെറിയ പഞ്ഞിരോമങ്ങൾ കൂട്ടമായി വളരുക, മയക്കം, അസാധാരണമായ സഞ്ചാര സ്വഭാവം, ചുവന്ന പാടുകൾ, തൊലി വികൃതമാകുക, വാലിൻ്റെ അറ്റം പൊടിഞ്ഞു പോകുക ഇതൊക്കെയാണ് പൂപ്പൽ രോഗങ്ങൾ. മത്സ്യകൃഷി ചെയ്യുന്ന കുളങ്ങളിൽ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ സമ്മർദ്ദം, മാലിന്യങ്ങൾ, ന്യൂനാഹാര രോഗങ്ങൾ, രോഗകാരികൾ എന്നിവയൊക്കെയാണ്. ഇതിൽ സമ്മർദ്ദം എന്ന് പറയുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വിപരീതമായ അവസ്ഥയാണ്. മത്സ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് അനുയോജ്യമായ അവസ്ഥയ്ക്ക് പെട്ടെന്ന് മാറ്റമുണ്ടാകുക, വളർത്തു മത്സ്യങ്ങൾ കുളത്തിൽ എണ്ണത്തിൽ കൂടുതലാകുക ഇതിനെയൊക്കെയാണ് സമ്മർദ്ദം എന്ന് പറയുന്നത്. മത്സ്യങ്ങളുടെ വിസർജ്യങ്ങൾ, ഫുഡ് വേസ്റ്റ്, കരിയിലകൾ ഇവയൊക്കെ വെള്ളത്തിൽ കെട്ടിക്കിടന്ന് ജലം മലിനമാകുന്നതാണ് രോഗങ്ങൾ വരാനുള്ള അടുത്ത കാരണം. ന്യൂനാഹാര രോഗങ്ങൾ എന്ന് പറയുന്നത് മത്സ്യങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുക, അതുമൂലം പോഷകക്കുറവുണ്ടാവുക. രോഗകാരികൾ എന്ന് പറയുന്നത് വൈറസ്, ബാക്ടീരിയ, പൂപ്പൽ ഇവയൊക്കെയാണ്. ഇങ്ങനെയുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിയന്ത്രിക്കാവുന്നതാണ്. കുളത്തിലെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. അമോണിയ, pH ഇവയെല്ലാം കറക്റ്റായിട്ട് നിലനിർത്തുക. മാലിന്യങ്ങൾ, അതായത് ഫുഡ് വേസ്റ്റ്, വിസർജ്യങ്ങൾ ഇവയെല്ലാം നല്ലൊരു ഫിൽറ്റർ സംവിധാനം ഉപയോഗിച്ച് നീക്കം ചെയ്യുകയോ വെള്ളം മാറ്റി കൊടുക്കുകയോ ചെയ്യുക. വെള്ളത്തിൻ്റെ അളവിൽ വളരുന്ന മത്സ്യങ്ങൾ മാത്രം നിക്ഷേപിക്കുക. പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മത്സ്യങ്ങളെ ബാധിക്കാതെ ശ്രദ്ധിക്കുക. അതായത് മഴവെള്ളമൊന്നും അധികം കുളത്തിൽ വീഴാതെ ശ്രദ്ധിക്കുക. മഴവെള്ളം അധികം കുളത്തിൽ വീഴുകയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ pHനെ ബാധിക്കും. വൈറസ്, ബാക്ടീരിയ രോഗങ്ങൾ മത്സ്യങ്ങളെ ബാധിച്ചാൽ കല്ലുപ്പ് ഉപയോഗിച്ച് നമുക്കതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്. ജലത്തിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് മത്സ്യങ്ങളുടെ ശ്വസനത്തെ ബാധിക്കും. നൈട്രേറ്റിൻ്റെ അളവ് ബാലൻസ് ചെയ്യാനും കല്ലുപ്പ് നമുക്ക് ഉപയോഗിക്കാം. കല്ലുപ്പ് ഉപയോഗിക്കേണ്ടത് 1000 ലിറ്റർ വെള്ളത്തിൽ 1 കിലോഗ്രാം എന്ന അനുപാതത്തിലാണ്. കുളത്തിൽ മത്സ്യത്തെ നിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ കല്ലുപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. മത്സ്യങ്ങളുടെ വൈറസ്, ബാക്ടീരിയ രോഗങ്ങൾ മാറാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് ടെട്രാസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. 1 ബക്കറ്റ് വെള്ളത്തിന് 1 നുള്ള് എന്ന രീതിയിലാണ് ടെട്രാസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. ഒരു 3 ദിവസമെങ്കിലും ആവർത്തിച്ച് ഉപയോഗിക്കണം. ടെട്രാസൈക്ലിന് പകരം പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപയോഗിക്കാവുന്നതാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻ ടെട്രാസൈക്ലിൻ ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ അക്വാപോണിക്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കല്ലുപ്പ് അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഒന്നും തന്നെ കുളത്തിലേക്ക് ആഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അക്വാപോണിക്സിൽ നട്ടു വളർത്തിയിരിക്കുന്ന ചെടികളെല്ലാം തന്നെ നശിച്ചു പോകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്